നമസ്കാരം സുഹൃത്തുക്കളെ. ടാറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വായന എന്ന് പറയുന്നത്, ഈ വ്യക്തി നിങ്ങളെ ചതിക്കണം എന്ന ഉദ്ദേശത്തോടെയാണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്? ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. തമ്പനെയിലിൽ രണ്ട് മരങ്ങളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ വായനയിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഈ സ്ക്രീനിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നതാണ് ആദ്യത്തെ ചിത്രം. ഈ ചിത്രം നല്ല രീതിയിൽ വീക്ഷിച്ചു നോക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വായനയിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപായി പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വാട്സപ്പിൽ സന്ദേശം അയച്ചാൽ അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ അറിയിക്കുന്നതായിരിക്കും. ആദ്യത്തെ ചിത്രം നന്നായി മനസ്സിരുത്തി നോക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ വായനയിലേക്ക് കടക്കാം. ഈ വ്യക്തി നിങ്ങളെ ചതിക്കണം എന്ന ഉദ്ദേശത്തോടെയാണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്? പലപ്പോഴും നിങ്ങൾക്ക് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ടാകാം. ഈ വ്യക്തിയുമായി പല പ്രശ്നങ്ങളിലൂടെയും അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെയും പലതരത്തിലുള്ള സപ്പറേഷൻ അവസ്ഥയിലൂടെയും കടന്നു പോയപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്കോ ഇങ്ങനെ ഒരു ചോദ്യം കടന്നു വന്നിട്ടുള്ളതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി ഒരിക്കലും ചതിക്കുവാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതല്ല. തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഒരു കുടുംബമുള്ളതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കായാലും ഒരു കുടുംബമുണ്ട്. അല്ലെങ്കിൽ വേർപിരിഞ്ഞു നിൽക്കുന്നവരാകാം, സിംഗിൾ പാരന്റ്, ആ ഒരു രീതിയുമാകാം. ഏതൊരവസ്ഥയാണെങ്കിൽ പോലും നിങ്ങൾ രണ്ടു പേർക്കും ഒരേപോലെ ധാരാളം ഉത്തരവാദിത്തങ്ങളുള്ള വ്യക്തികളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ആരൊക്കെ ഉണ്ട്, എല്ലാവരും കൂടെയുണ്ടോ എന്നൊക്കെ പറഞ്ഞാലും സന്തോഷമുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു ദാമ്പത്യ ജീവിതമുണ്ട്, എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാലും നിങ്ങൾ രണ്ടുപേരും സത്യത്തിൽ സന്തോഷവാന്മാരോ സന്തോഷവതികളോ അല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പുറത്തു പോലും പറയാൻ പറ്റാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിങ്ങൾ രണ്ടുപേരും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അത് തീർച്ചയാണ്. നിങ്ങൾ രണ്ടുപേരും അങ്ങനെ കുറെ കാലം ആ ഒരു ജീവിതത്തിൽ മുഴുനീളമായി നിങ്ങൾ അതൊക്കെ സഹിച്ച് മുന്നോട്ട് പോയി. ഒരിടക്കാലം വെച്ചിട്ടാണ് ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുന്നത്. നിങ്ങൾ പരസ്പരം അറിഞ്ഞും സംസാരിച്ചും മനസ്സുകൾ കൈമാറിയും വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കി നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ കുറെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരുപോലെ തന്നെയാണ് എന്നുള്ള സത്യം. നിങ്ങളുടെ ഇഷ്ടങ്ങൾ അങ്ങനെ അവരുടെ ഇഷ്ടങ്ങളായി മാറി. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഒരുപോലെയുള്ളവരായി മാറി. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളെ വിട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം. പക്ഷെ നിങ്ങൾ ഒരു കാലത്തും അത് വിഷമിക്കേണ്ട ആവശ്യകതയില്ല. സാഹചര്യമാണ് ഈ വ്യക്തി അങ്ങനെ അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെ ദാമ്പത്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുമൂലം വന്നിട്ടുണ്ടാകണം. നിങ്ങൾക്കിടയിൽ സംസാരിക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് സാഹചര്യങ്ങൾ പോയിട്ടുണ്ടാകണം. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു സെപ്പറേഷൻ അവസ്ഥ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും പണ്ട് വിഷമത്തിലായതിനേക്കാൾ 100% 100 ഇരട്ടി വിഷമത്തിലാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സെപ്പറേഷൻ അവസ്ഥ നിങ്ങൾക്ക് രണ്ടു പേർക്കും താങ്ങാവുന്നതിലപ്പുറമാണ്. ഉറക്കമില്ലായ്മ, മനസ്സിന് സമാധാനമില്ലായ്മയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഈ വ്യക്തിക്ക് നിങ്ങളെ വേണ്ടാന്ന് വെക്കേണ്ടി വന്നു. താൽക്കാലികമായ കാലഘട്ടത്തേക്ക് മാത്രം. ഈ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ സോൾവ് ആയി കഴിയുമ്പോൾ എന്നേക്കുമായി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ തന്നെയാണ്
ഈ വ്യക്തി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ, കരുക്കൾ ഈ വ്യക്തി നീക്കിക്കഴിഞ്ഞു. നീതിദേവത നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് വന്നിട്ടുള്ളത്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഒരിക്കലും ചതിക്കാനോ അല്ലെങ്കിൽ വഞ്ചിക്കാനോ അല്ല ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത്. ഈ വ്യക്തി എപ്പോഴൊക്കെയോ ഈ ജന്മത്തിൽ ആഗ്രഹിച്ചു പോയിട്ടുള്ള അർഹിക്കപ്പെട്ട ആ ഒരു സ്നേഹം നിങ്ങളിൽ നിന്നും ലഭിച്ചപ്പോൾ ഈ വ്യക്തി പോലും അറിയാതെ നിങ്ങളിലേക്കായിപ്പോയി എന്നുള്ളതാണ് സത്യം. അതിനെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. ഈ വ്യക്തിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ശുദ്ധമായ കാര്യം തന്നെയാണ്, നിങ്ങളുടെ സ്നേഹം. പക്ഷെ അതിനിപ്പോൾ ചില തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളെല്ലാം അഭിമുഖീകരിച്ച് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ വായന. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ സന്ദേശം അയച്ചാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ മുഴുവനുമായിട്ടുള്ള വിശദാംശങ്ങൾ ഞാൻ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം സുഹൃത്തുക്കളെ, രണ്ടാമത്തെ ചിത്രം സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ വായനയിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഈ വ്യക്തി നിങ്ങളെ ചതിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് എന്നുള്ളതാണ് നമ്മളുടെ വായന. എല്ലാവരും രണ്ടാമത്തെ ചിത്രം ശ്രദ്ധിച്ചു നോക്കി എന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി വായനയിലേക്ക് കടക്കാം. ഈ വ്യക്തിക്ക് നിങ്ങളോട് ധാരാളം സ്നേഹമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ നെറ്റി ചുളിക്കുന്നുണ്ടാകാം. കാരണം ചിലപ്പോൾ ഒരുപക്ഷെ ഈ വ്യക്തി സ്നേഹത്തോടെ യാതൊരു തരത്തിലുള്ള പ്രകടനവും നിങ്ങളുടെ അടുത്ത് പ്രകടിപ്പിച്ചിട്ടില്ലായിരിക്കാം. ഭർത്താവാകാം, ഭാര്യയാകാം, കാമുകനോ കാമുകിയോ ആകാം. ഏതൊരു ബന്ധമാണെങ്കിൽ പോലും നമുക്കിവിടെ പ്രധാനമായും കാണാൻ സാധിക്കുന്നത് സ്നേഹം പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ ഈ വ്യക്തി പരാജയപ്പെട്ടു പോയി എന്നുള്ള സത്യമാണ്. ഈ വ്യക്തിക്ക് ധാരാളം സ്നേഹം മനസ്സിലുണ്ട്. അത് പുറത്തേക്ക് കടക്കാൻ അല്ലെങ്കിൽ പുറത്തേക്ക് പ്രകടിപ്പിക്കാനുള്ള കഴിവ് ഈ വ്യക്തിക്കില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത് തീർച്ചയായ സത്യസന്ധമായ ഒരു കാര്യം തന്നെയാണ്. കുറ്റപ്പെടുത്തലുകൾ കുറച്ച് കൂടുതലായിരിക്കാം. തെറ്റുകളെ പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തിയായിരിക്കാം. ഒരു പട്ടാള ചിട്ടയുള്ള ഒരു വ്യക്തിയായിരിക്കാം. അതായത് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമായിരിക്കാം. എന്തു തന്നെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആദ്യമൊക്കെ ഈ വ്യക്തിയുമായി പൊരുത്തപ്പെട്ടു പോകാനായി കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അതുമായി നിങ്ങൾ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് വന്നതായിരുന്നു. പക്ഷെ ഇവിടെ അനാവശ്യമായിട്ടുള്ള വ്യക്തികളുടെ സാന്നിധ്യം നിങ്ങൾക്കിടയിൽ എപ്പോഴൊക്കെയോ വന്നു. നിങ്ങൾക്കിടയിൽ ധാരാളം സെപ്പറേഷനുകൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ വഴക്കിട്ട് പോവുക, അല്ലെങ്കിൽ ഈ വ്യക്തി വഴക്കിട്ട് പോവുക, അല്ലെങ്കിൽ വഴക്കിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇണങ്ങുവാൻ വേണ്ടി സമയമെടുക്കുന്ന വ്യക്തികൾ, ക്ഷമാപണം നടത്തുവാൻ വേണ്ടി മടിച്ചു നിൽക്കുന്ന വ്യക്തികൾ, ഇതൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ട്, ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികൾ. പക്ഷേ ഈ വ്യക്തി വിചാരിക്കുന്നില്ല ഈ വ്യക്തിയുടെ സ്വഭാവം കുറച്ച് ദൂഷ്യമായ സ്വഭാവമാണെന്നും അത് മാറ്റിയെടുക്കണം എന്നുള്ളതും. ഈ വ്യക്തി വിചാരിക്കുന്നത് ഈ വ്യക്തി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സത്യമായ കാര്യങ്ങളാണ്, പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്, ഈ വ്യക്തിയാണ് ശരി, നിങ്ങൾ തെറ്റ് എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്കൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള വിരഹ ദുഃഖങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. ഈ വ്യക്തിയുടെ സ്വഭാവം ഇങ്ങനെ കർശനമായിട്ടുള്ള സ്വഭാവമായതുകൊണ്ട് തന്നെ നിങ്ങൾക്കും പലപ്പോഴും സംശയം തോന്നിക്കുന്നുണ്ടാകാം, ഈ വ്യക്തിക്ക് സത്യത്തിൽ എന്നോട് സ്നേഹം തന്നെയാണോ? പക്ഷെ സ്നേഹമുണ്ട്. ഈ വ്യക്തിയുടെ പ്രകടനം ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾക്കത് കൺഫേം ആവാത്തതാണ്. എന്നാലും ഈ വ്യക്തിയുടെ സ്വഭാവത്തിന് മാറ്റങ്ങൾ വരുത്താനോ
അതിൽ പുതുമകൾ കൊണ്ടുവരാനോ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല, താല്പര്യപ്പെടുന്നില്ല, അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നുമില്ല. ഈ വ്യക്തിയുടെ ഈ ഒരു സ്വഭാവ ദൂഷ്യം അതിനെ സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി, പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി ഇവിടെ മറ്റു ചിലർ കിടന്ന് നല്ല രീതിയിൽ കളികൾ കളിക്കുന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നെഗറ്റീവായ വ്യക്തികളുടെ ഊർജം നമ്മൾക്ക് ഇതിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അത് ഈ വ്യക്തിയുടെ അമ്മ സ്ഥാനത്ത് നിൽക്കുന്ന ആരെങ്കിലും ആയിരിക്കാം, സഹോദരി സഹോദരങ്ങളായിരിക്കാം. അവർ പറഞ്ഞു കൊടുക്കുന്ന പല കാര്യങ്ങളും തെറ്റായ സന്ദേശങ്ങൾ തന്നെയാണ്. ഈ വ്യക്തി അതങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. ആ ഒരു ഭാഗവും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ നല്ല രീതിയിലുണ്ട്. പക്ഷെങ്കിൽ പോലും പല കാര്യങ്ങളും അനുകൂലമായി വരുന്നത് തേർഡ് പാർട്ടിക്ക് തന്നെയാണ്. നിങ്ങൾക്ക് പ്രതികൂലമായിട്ടുമാണ് വരുന്നതും. എന്തു തന്നെ ആയാലും നിങ്ങൾ ഇപ്പോൾ ചെറിയ രീതിയിലുള്ള സപ്പറേഷനിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വിരഹ ദുഃഖം, ഒറ്റപ്പെടലിന്റെ വേദന നമുക്ക് മൂന്നാമത്തെ കാർഡിൽ നിന്നും വ്യക്തമാണ്. തീർച്ചയായിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് പോലും സംശയം തോന്നിക്കുന്നുണ്ടാകാം ഈ വ്യക്തിക്ക് എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോ എന്നുള്ളത്. ദുരുദ്ദേശം ഒന്നും തന്നെയില്ല. പക്ഷേ പലരും ചേർന്നുകൊണ്ട് ഈ വ്യക്തിയുടെ മനസ്സിലെ മഹിമ ഇല്ലാതെയാക്കി, അതായത് മനസ്സിലെ നന്മ തല്ലിക്കെടുത്തിക്കൊണ്ട് അതിലേക്ക് വിഷം കുത്തിക്കയറ്റുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ബോധം ഉണ്ടായിരിക്കണം. ഈ വ്യക്തിയുമായി തുറന്ന് സംസാരിക്കാനോ മനസ്സു തുറന്ന് എല്ലാം പ്രകടിപ്പിക്കാനോ ശ്രമിക്കുവാനായി നോക്കുക. അല്ലാത്ത പക്ഷം തേർഡ് പാർട്ടിയുടെ ഊർജം ഉയർന്നിരിക്കാനും നിങ്ങളുടെ സാന്നിധ്യം കുറഞ്ഞു വരാനുമുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ വായന. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ സന്ദേശം അയച്ചാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ മുഴുവനും വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.